ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാകും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. തെളിവായി കൈവശമുള്ള രേഖകളും ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. ഒരു വ്യവസായിയാണ്. ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. ഞാനത് വിശദമായി അവരോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവരന്വേഷണം നടത്തട്ടെ. അദ്ദേഹത്തിന് അത് സ്വയം പറയാനൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പേടിക്കണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ SITയെ പറയണം. അത് SITയെ സഹായിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആന്റിക്സ് ആയിട്ട് വിറ്റഴിക്കുന്നു. 500 കോടിക്കധികം വിലയുള്ള ഒന്നാണ്. ആ വിൽപ്പന നടന്നു. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് SITക്ക് കൈമാറട്ടെ. അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട. SITയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ SITക്ക് കൊടുത്തോളാൻ പറഞ്ഞു.